അല്ല പൊരുത്തപ്പെടാത്ത ഒരു ഭാഷയും നീ സ്വീകരിക്കരുതെന്ന് പറഞ്ഞില്ലേ? വലാ തംശി ഫിൽ അർളി മറഹാ. ഈ ആയത്ത് തെളിവെടുത്തിട്ട് ഉലമാക്കൾ പറഞ്ഞു, നൃത്തം ഹറാമാണ്, അഭിനയം ഹറാമാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ വിടരുതേ, അത് മത്സരിക്കാൻ വേണ്ടി വിടരുതേ. എത്ര വെങ്കലം കിട്ടിയാലും, എത്ര സ്വർണം കിട്ടിയാലും, എത്ര വെള്ളി നാണയം കിട്ടിയാലും ഉമ്മമാരെ വിട്ടേക്കരുതേ. അത് അഭ്യസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അതിലുള്ള മാർക്ക് കൊണ്ട് മറ്റേതിന് മാർക്ക് കൂടുതലാന്നൊക്കെ പറയും. പക്ഷേ അല്ലാഹ് ഹറാമാക്കിയ ഒരു വിനോദം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മാർക്കും വേണ്ട. വലാ തംശി ഫിൽ അർളി മറഹാ. ഭൂമിയിൽ നീ ധിക്കാരത്തോടെ നടക്കരുത്, ധിക്കാരത്തിന്റെ പ്രവർത്തനം പ്രവർത്തിക്കരുത്, അഹങ്കാരത്തിന്റെ വാക്ക് പറയരുത്, അഹങ്കാരത്തിന്റെ നോട്ടം നോക്കരുത്. വലാ തംശി ഫിൽ അർളി മറഹാ. ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തുലാ. നീ എത്ര വലുതായാലും ഭൂമി തുറന്നിട്ടതിന്റെ അങ്ങേയറ്റം കണ്ടെത്താൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എത്ര നീ മേൽപോട്ട് പൊങ്ങിയാലും വലൻ തബ്ലുഗൽ ജിബാല തുലാ. പർവ്വതത്തോളം വലിയൊരു ഉയർച്ചയും പ്രശസ്തിയും നിനക്ക് കിട്ടൂലല്ലോ. കിബർ കൊണ്ട് മനുഷ്യ നീ എങ്ങും ഉയരാൻ പോകുന്നില്ല. കിബറിന് പകരം കൊടുക്കേണ്ടത് വിനയമാണ്, തവാളുവാണ്. സ്വന്തത്തിൽ ഒരാൾ വലുതായി എന്ന് തോന്നുന്നുണ്ടോ? അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. ഒരിക്കലും അങ്ങനെ തോന്നരുത്. മൻ തഅല്ലമ ഫീ നഫ്സിഹി വഖ്താല ഫീ മശീതിഹി. നല്ല പവറോടെ നടക്കുമ്പോൾ ഒരാൾക്ക് തോന്നി ഞാൻ കുഴപ്പമില്ല എന്ന് തോന്നിപ്പോയോ? ലഖിയല്ലാഹ വഹുവ അലൈഹി ഗൾബാൻ. അല്ലാഹു തആല അവൻ അഭിമുഖീകരിക്കുന്നത്, അല്ലാഹു തആല അവൻ കാണുന്നത് റഹ്മത്തിന്റെ നോട്ടത്തോടെയല്ല, അതൃപ്തിയുടെ രൂപത്തിലാണ്, അതൃപ്തിയുടെ നോട്ടത്തിലാണ് റബ്ബ് തആല കാണേണ്ടി വരുന്നത്. സുഹൃത്തുക്കളെ, നിയമം വിട്ട് പരിധി വിട്ട് നടക്കുന്ന സ്വഭാവം അതാണ് വലാ തംശി ഫിൽ അർളി മറഹാ. ഒന്നും പറഞ്ഞാൽ അനുസരിക്കൂല. അഹങ്കാരിയായി കിബ്രനായി നടക്കുന്ന മനുഷ്യനോട് അള്ളാഹു പറയുന്നത്, മനുഷ്യ നീ ഭൂമിക്കും ആകാശത്തിനും ഇടയിലാണ്. നിന്റെ താഴെ ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി തുറന്നിട്ടതിന്റെ അവസാനം കണ്ടെത്താൻ നിനക്ക് കഴിയൂലല്ലോ. മുകളിൽ ആകാശമുണ്ട്, അങ്ങോട്ടെത്താനും നിനക്ക് കഴിയൂലല്ലോ. രണ്ടും ജമാദാണ്, നിർജീവമാണ്, അള്ളാഹുവിന്റെ വലിയ സൃഷ്ടിയാണ്. അതിനിടയിലാണ് നീ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം മനുഷ്യനെ ഓർമ്മപ്പെടുത്തലാണ്. കൗനുഹു ലഈഫൻ ആജിസാ. മനുഷ്യൻ ദുർബലനാണ്, ശക്തി കുറഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരം യോജിച്ചതല്ല. ഈ രണ്ട് വസ്തുക്കളെ നീ കണ്ടില്ലേ? ആകാശത്തെയും ഭൂമിയെയും. എത്ര ശക്തിയുണ്ട്, എത്ര സൗന്ദര്യമുണ്ട്, എത്ര കഴിവുകൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അത് രണ്ടിലേക്കും ചേർത്തി നോക്കുമ്പോ നീ ദുർബലനാണ്, ശക്തി കുറഞ്ഞവനാണ്. ശക്തി കുറഞ്ഞ നിനക്ക് വേണ്ടത് തവാളുവാണ്, വിനയമാണ്. നിനക്ക് കിബറല്ല ഉണ്ടാകേണ്ടത്. അതേ സമയത്ത് ചില അഹങ്കാരത്തിന്റെ ശൈലി, ചില ഭാഗങ്ങളിൽ സ്തുതിക്കപ്പെടുന്ന ശൈലിയുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, വഖദ് യകൂനു തകബ്ബുറു വമാ ഫീ മാനാഹു. വലുപ്പത്തരം നടിക്കുന്നതും വലിയ രൂപഭാവം കാട്ടുന്നതും ചിലപ്പോൾ മഹ്മൂദ, സുത്യർഹമായ വിഷയമായി മാറും. വദാലിക അലാ അദാഇല്ലാഹി വല്ലലമാ. അല്ലാഹുവിന്റെ ശത്രുക്കൾക്കെതിരെയും അക്രമികൾക്കെതിരെയും നീ തിരിയുമ്പോ, പോരാടുമ്പോ നിനക്കൊരു പവറും മൂക്കും കിട്ടിയാൽ അത് അല്ലാഹു നിനക്ക് തന്ന വല്ലാത്തൊരു സന്തോഷമാണ്, ഒരു ഉയർച്ചയാണ്. അതുകൊണ്ടാണ് ഹദീസിൽ പറഞ്ഞത്, മിനൽ ഗൈറതി മാ യുബ്ഗിലുല്ലാഹ അസ്സ വജല്ല വമിൻഹാ മാ യുഹിബ്ബുല്ലാഹ അസ്സ വജൽ. ദേഷ്യം പിടിക്കുമ്പോൾ തന്നെ, ഈർഷ്യത വെക്കുമ്പോൾ തന്നെ അതിൽ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഉണ്ട്.
ഏതാ അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെട്ടത്, ഏതാണ് അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടാത്തത്? വമിനൽ ഖുയലാഇ പവർ നടിക്കുന്നതിലും മാ യുഹിബ്ബുല്ലാഹ അസ്സ വജല്ല അല്ലാഹു തആലാക്ക് ഇഷ്ടപ്പെടുന്നതുണ്ട്. വമിൻഹാ മാ യുബ്ഗിലുല്ലാഹ അസ്സ വജൽ അല്ലാഹു തആല വെറുക്കുന്നതും ഉണ്ട്. ഫഅമ്മൽ ഗൈറത്തുല്ലതി യുഹിബ്ബുല്ലാഹ് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഈർഷ്യത ഏതാണെന്നറിയോ? യുഹിബ്ബുല്ലാഹ അൽ ഗൈറതു ഫിദ്ദീൻ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഈർഷ്യത ദീനിന്റെ വിഷയത്തിലുള്ള ഈർഷ്യതയാണ്. ദീൻ കാര്യത്തിലാണ് നിനക്ക് മറ്റൊരാളോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ സഹോദരനോട് ഏതെങ്കിലും ഒരു വിധേന ദേഷ്യം വന്നോ, ഈർഷ്യത വന്നോ? ദീനിന്റെ വിഷയത്തിലാണോ, വിശ്വാസത്തിന്റെ കർമ്മത്തിന്റെ അങ്ങനത്തെ വിഷയത്തിലാണോ? ആ ഗീറത്ത് അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാണ്. ഭൗതിക വിഷയത്തിലുള്ളത് അല്ലാഹ് ഇഷ്ടപ്പെടാത്തതാണ്, വെറുപ്പുള്ളതാണ്. വല്ലതീ യുബ്ഗില്ലാഹ അൽ ഗൈറതു ഫീ ഗൈരി ദീനിഹി ദീൻ കാര്യത്തിൽ അല്ലാത്തതിലാണോ ഈർഷ്യത വെക്കുന്നത്, അത് അല്ലാഹ് തൃപ്തിപ്പെടാത്തതാണ്. നീ മറ്റൊരാളോട് വെക്കുന്ന ഈർഷ്യത, അയാളൊരു ഹറാമ് ചെയ്യുന്നുണ്ട്, ആ ഈർഷ്യത അയാളോട് തിരുത്താനാണ് നിന്റെ ഈർഷ്യത. അയാളെ കൊല്ലാനോ അയാൾ തോറ്റുപോകാനോ അല്ല. നിനക്കെന്തിനാ അയാളൊരു ദേഷ്യം? ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടത് മാറിക്കിട്ടാനാണ്. നീയും അയാളും തമ്മിൽ വലിയ ബന്ധമാണ്. നിന്റെ ഈ ഒരു മാറ്റം കൊണ്ട് അയാൾക്ക് മാറ്റം ഉണ്ടാകും. ഞങ്ങളെ അടുപ്പത്തിൽ ഇങ്ങനൊരു അകലം വന്നാൽ അയാൾ ചിന്തിക്കും, സ്വാഭാവികം അയാൾ മാറും. അയാൾ മാറാൻ വേണ്ടിയാണ് നിന്റെ ഈർഷ്യത. അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാണ്, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. വേറെ ഏതെങ്കിലും കാര്യത്തിലുള്ള ഈർഷ്യത, ദീൻ കാര്യത്തിലല്ലാതെ പിന്നുള്ള ദുന്യാവിന്റെ കാര്യമല്ലേ, അതിലുള്ള ഈർഷ്യത അല്ലാഹ് ഇഷ്ടപ്പെടൂല. അത് അല്ലാഹ്ക്ക് വെറുപ്പുള്ളതാണ്. ഏതാ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഖുയലാ, പവറും പത്രാസൊക്കെ? അത് ഇഖ്തിയാലുർ റജുലി ബിനഫ്സിഹി ഇൻദൽ ഖിതാൽ പോരാട്ട സമയത്ത് ഒരാൾക്കുണ്ടാകുന്ന മനോവീര്യം സ്വഹാബത്തൊക്കെ പ്രകടിപ്പിച്ചില്ലേ? ഉമൈർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? നല്ല സന്തോഷത്തോടെ കഴിക്കുന്ന കാരക്കങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് റഖ്ലൻ ഇലല്ലാഹി ബിഗൈരി സാദി ഇല്ലാ തുഖാവ അമലൽ മാദി. ചെറുപ്പക്കാരനായ ഉമൈർ ഇബ്നുൽ ഹിമാം റളിയല്ലാഹു അൻഹു ആകാശഭൂമികൾക്ക് വിശാലതയുള്ള സ്വർഗമുണ്ടെന്ന് കേട്ടപ്പോഴേക്ക് ഇക്കാരക്ക തിന്ന് കഴിയും വരെ ഞാൻ ഈ ഭൂമിയിൽ ബാക്കി നിൽക്കുകയാണെങ്കിൽ ഇന്നഹാല ഹയാത്തും ത്വീല, അതൊരു നീണ്ട ജീവിതമാണ്, എനിക്ക് വേഗം അങ്ങോട്ട് പോവുകയാണ് വേണ്ടത്. മൊടന്തം കാല് കൊണ്ടുവന്ന അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, ഇതേ മൊടന്ത് കൊണ്ട് എനിക്കൊന്ന് പെട്ടെന്ന് സ്വർഗത്തിലെത്തണം, എന്നെ ജിഹാദിന് വേണ്ടി മക്കൾ വിടുന്നില്ല, വല്ലാത്ത താല്പര്യം കൊണ്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ വാപ്പാനെ തടയണ്ട, ആ അർജത്ത് കൊണ്ട് മൊടന്നുകൊണ്ട് സ്വർഗത്തിൽ ചവിട്ടി നടക്കുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞു. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നി ലഅജിദു റീഹൽ ജന്നതി മിൻ വറാഇ ഉഹദ്, ഉഹദിന്റെ അപ്പുറത്തുനിന്ന് ഞാൻ സ്വർഗം വാസനിക്കുന്നു. അപ്പറഞ്ഞ പറച്ചിലൊക്കെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നതാ. അള്ളാഹുവിന്റെ ധർമ്മസമരത്തിലാണ്. മറ്റൊന്ന് സുഹൃത്തുക്കളെ നമുക്ക് വകുപ്പുള്ളത്, വഇന്ദ സ്വദഖ, ദാനധർമ്മം ചെയ്യുമ്പോഴുള്ള പവറില്ലേ, അത് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. 2 ദിവസം മുമ്പ് ശൈഖുന പറഞ്ഞില്ലേ, ധാരാളം തരുന്ന ആളാണ്, ഇപ്പൊ തന്നാലും കുറച്ച് ചോദിച്ചാൽ പിന്നെയും തരുമെന്ന്. അതൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്, നല്ലൊരു പറച്ചിലാണ്, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന പറച്ചിലാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ കൊടുക്കുന്ന സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അള്ളാഹു അവരെല്ലാ അർത്ഥത്തിലും സഹായിക്കുമാറാകട്ടെ. പ്രയാസപ്പെട്ടിട്ടും കൊടുക്കാൻ തുനിഞ്ഞ് വന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കൊടുക്കാതിരുന്നാൽ പറ്റൂലല്ലോ, 10 ദിവസമായിട്ട് ഞാനൊന്നും കൊടുക്കാതിരുന്നാൽ ഇങ്ങനെ എൻ്റെ പ്രയാസമൊക്കെ അങ്ങോട്ട് മാറിക്കോളും എന്ന് കരുതി കൊടുക്കുന്ന ആൾക്കാർ എത്രയോ ഉണ്ട്. സഹോദരങ്ങളും സഹോദരിമാരും, അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ആ ഒരു ടൈമിൽ വരുന്ന സന്തോഷമല്ലേ, ആ ഒരു പവർ, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. സ്വതക്ക കൊടുത്തിട്ടുള്ള ഒരു പവറില്ലേ. അതുകൊണ്ടല്ലേ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, എന്താ ഇനി ബാക്കി വെച്ചതെന്ന് ചോദിച്ചു. അബഖൈതുല്ലാഹ വറസൂലുഹു, പരക്കാർക്ക് ബാക്കിയോ? മക്കൾക്കും കുടുംബത്തിനും അള്ളാഹും റസൂലും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ ദേവരത്തെ പകുതി ഉണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഒരു നിലക്ക് ലാ അസ്ബിഖുക അഹദൻ ലാ അസ്ബിഖുക അലാ ഷൈ, ഒരു കാര്യത്തിനും നിങ്ങളെ ഓവർടേക്കിന് ഞാനില്ല, നടക്കൂലത്. ഇന്ന് ഞാനും തീരുമാനിച്ചു നോക്കിയതാ, പക്ഷെ നടക്കൂല.
കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സന്തോഷം. ഖുർആൻ പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലോ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി അള്ളാഹു പറഞ്ഞപ്പോ എന്തൊരു മദ്ഹാണ് അള്ളാഹു പറഞ്ഞത്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്കാ. ഒരു പ്രശ്നമില്ലാതെ അങ്ങനെ കൊടുക്കുക. അല്ലാഹു തആല വിശേഷിപ്പിച്ചു നോക്കുക, അൽ അത്ഖാ, ഏറ്റവും വിശുദ്ധിയുള്ള ഒരു മഹാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നിരുപാധികാണ് അള്ളാഹു പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇതൊരു പ്രത്യേക തരത്തിലെ വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്കാ. എത്രയും കൊടുക്കന്നെ ഒരു കുറവില്ലാതെ. പോയ സമയത്ത് എല്ലാ സ്വത്തും കൊണ്ടുപോയി എന്നൊരു പരാതി അന്ന് ബാപ്പ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല. സിദ്ദീഖുള്ളാഹിന്റെ ബാപ്പാന്റെ അടുത്തെത്തി, മക്കളെ പട്ടിണിയിലാക്കിയിട്ട് പോയത്. മക്കളും കുടുംബത്തൊക്കെ പട്ടിണിയിലാക്കിയിട്ടുള്ള സമ്പത്തൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പ വീട്ടിൽ വന്നപ്പോ മക്കളൊക്കെ അവിടെ ഉണ്ട്, അസ്മാ ബീവി ഉണ്ട്, ആയിഷ ബീവി ഒക്കെ ഉണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊന്നും ബാക്കി വെക്കാതെ ഒക്കെ കൊടുത്തുകൊണ്ട് വയ്ക്കണമെന്ന് ചോദിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മക്കളെ അതിനനുസരിച്ച് നല്ല പവർ ഉണ്ടാകുമല്ലോ. അസ്മാ ബീവി റളിയല്ലാഹുവിന അപ്പുറത്ത് ചെറിയൊരു കവറിൽ കുറച്ച് കണ്ടാ ദൃഹമൊക്കെ തോന്നിക്കുന്ന കുറച്ച് കല്ലുകളും മറ്റൊക്കെ ഉണ്ട്. അതെടുത്തിട്ടുണ്ട്, അതൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ബാക്കി വെച്ചിട്ടാണ്. എന്നാ പിന്നെ സാരല്ല എന്നും പറഞ്ഞു. അവർക്കൊരു പ്രശ്നമില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന് അങ്ങനെ ഒരു അർപ്പണബോധം ഉണ്ടെങ്കിൽ അതേ രൂപത്തിൽ തന്നെയല്ലേ മക്കളും. പിന്നെന്ത് പറയാനാ, എന്ത് നഷ്ടം വരാനാ? അവരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് വിജയം നൽകട്ടെ. ആ ഒരു സന്തോഷം. അതേ സമയത്ത് സുഹൃത്തുക്കളെ, അല്ലാഹു വെറുക്കുന്ന അഹങ്കാരമില്ലേ, അത് ബാത്തിലുള്ള അഹങ്കാരമാണ്. സത്യത്തിനെതിരായ വിഷയത്തിൽ ഊക്കോടെ പറഞ്ഞിട്ടൊരു അഹങ്കാരം, നിരീശ്വരവാദിക്കുള്ള അഹങ്കാരം, ദീനിന് എതിരെ പറയുന്ന ആൾക്കാർക്കുള്ള അഹങ്കാരം, ദീന് തിരുത്തുന്ന ആൾക്കാർക്കുള്ള അഹങ്കാരം, ദീന് ഹറാമാക്കിയ കാര്യം പരസ്യമായി ചെയ്തിട്ടുള്ള അഹങ്കാരം അല്ല കാത്തുരക്ഷിക്കട്ടെ. ഹറാമാണെന്നവൻ അറിയാം, അവന് പറയുന്നുണ്ട്, ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും വന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അതല്ല വെറുക്കുന്ന അഹങ്കാരമാണ്. വലാ തംശി ഫൗഖൽ അർളി ഇല്ലാ തവാളുആ ഫകം തഹ്തഹാ ഖൗമുൻ ഹുമൂ മിൻക അർഫഉ. ഭൂമിയിൽ വിനയത്തോടെ നടക്കണം മനുഷ്യ. ഭൂമിന്റെ ചുവട്ടിൽ നിന്നെക്കാൾ എത്ര ബഹുമാനമുള്ളവരുണ്ട്, എത്ര സ്ഥാനമാനമുള്ള ശുഹദാക്കളുണ്ട്, എത്ര ഔലിയാക്കളുണ്ട്, എത്ര ഉലമാക്കളുണ്ട്, എത്ര മുത്തഖീങ്ങളുണ്ട്, എത്ര നാട്ടിലെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത പ്രമാണിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഉമ്മാമമാരുണ്ട്. അവരൊക്കെ ജീവിച്ച ഭൂമിയിലാ ഞാൻ ഈ നടക്കുന്നത് എന്നൊരു ബോധം വേണേ. وإن كنت في عز وحرص ومنعتي فكم مات من قوم هم منك أمنعوا. നീ നല്ല ശക്തിയിലും നല്ല പ്രൊട്ടക്ഷനിലും നല്ല ആൾവലയത്തിലും നല്ല കരുത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിന്നേക്കാൾ എത്ര കരുത്തന്മാര് മരിച്ചു പോയിട്ടുണ്ട്, എത്ര അംഗബലമുള്ള ആളുകൾ പോയിട്ടുണ്ട്, എത്ര കാവൽഭടന്മാരുള്ളവർ പോയിട്ടുണ്ട്. അതൊന്ന് ചിന്തിക്കണേ മനുഷ്യ. ഈ ആയത്ത് തെളിവെടുത്തിട്ട് അഹങ്കാരത്തിന്റെ ഒരു നടത്തവും അല്ല പൊരുത്തപ്പെടാത്ത ഒരു ഭാഷയും നീ സ്വീകരിക്കരുതെന്ന് പറഞ്ഞില്ലേ? വലാ തംശി ഫിൽ അർളി മറഹാ. ഈ ആയത്ത് തെളിവെടുത്തിട്ട് ഉലമാക്കൾ പറഞ്ഞു, നൃത്തം ഹറാമാണ്, അഭിനയം ഹറാമാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ വിടരുതേ, അത് മത്സരിക്കാൻ വേണ്ടി വിടരുതേ. എത്ര വെങ്കലം കിട്ടിയാലും, എത്ര സ്വർണം കിട്ടിയാലും, എത്ര വെള്ളി നാണയം കിട്ടിയാലും ഉമ്മമാരെ വിട്ടേക്കരുതേ. അത് അഭ്യസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അതിലുള്ള മാർക്ക് കൊണ്ട് മറ്റേതിന് മാർക്ക് കൂടുതലാന്നൊക്കെ പറയും. പക്ഷേ അല്ലാഹ് ഹറാമാക്കിയ ഒരു വിനോദം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മാർക്കും വേണ്ട, ഒരു വിജയവും വേണ്ട. എന്റെ വകയല്ല ഇമാം ഖുർത്തുബി തങ്ങളാ തെളിവ് പിടിച്ചത്. ഈ ആയത്തിൽ തെളിവുണ്ട്. കാരണം നൃത്തം എന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തിന്റെ, അഭിനയം എന്ന് പറയുന്നത് ആ രൂപത്തിലൊരു ശൈലിയല്ലേ. വലാ തംശി ഫിൽ അർളി മറഹാ.
നിനക്ക് അങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്യാനും ആടാനും പാടാനൊക്കെ കഴിയുന്നല്ലേ. പരിധി വിട്ട സന്തോഷമാണ് മറഹ് എന്ന വാക്കിന് ഇമാം റാസി തങ്ങൾ നൽകിയ നിർദ്ദേശം. അഷദ്ദുൽ ഫറഹി, സാദാ സന്തോഷമല്ല, അതിര് കവിഞ്ഞ സന്തോഷം. അതൊരു മുഅ്മിന് ഈ ലോകത്ത് പറ്റുമോ? അതിര് കവിഞ്ഞ സന്തോഷത്തിന്റെ ലോകം ഇതല്ല. ആ ഒരു സന്തോഷത്തിന്റെ ലോകം വേറെ വരാനുണ്ട്. ഇത് വിനയത്തിന്റെ ലോകമാണ്, പരിമിതമായ സന്തോഷത്തിന്റെ ലോകമാണ്. പരിധി വിട്ടൊരു സന്തോഷം അത് ഇവിടെയല്ല സഹോദരങ്ങളെ. റഖ്സ് എന്ന വാക്കിന് തന്നെ കൂത്താട്ടം എന്ന അർത്ഥമില്ലേ? കൂത്താട്ടവും അതെ മറ്റുള്ള ആട്ടങ്ങളും, നൃത്തത്തിലുള്ള ആട്ടവും അല്ലാത്ത ആട്ടവും ഒക്കെ ഹറാമാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, എൻ്റെ ആയുഷ്കാലം മുഴുവനും ഒരുപാട് പണ്ഡിതന്മാരുടെ ഗുരുനാഥന്മാരുടെ സമീപത്ത് ഞാൻ കൂടിയിട്ടുണ്ട്. മാ ബാന ലഹും സിന്നും മിനത് തബസ്സുമി, ആ വലിയ വലിയ മശായിഖുമാര് നേതാക്കള് അവർ ചിരിച്ചിട്ട് അവരെ പല്ല് പോലും വെളിവായിട്ടില്ല. ഫളലൻ അനിൽ ലഹ്കി, പിന്നല്ലേ പൊട്ടിച്ചിരി ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, അവരത്രയും പേടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കുന്ന നടത്തത്തിൽ പവർ വേണ്ട, സ്റ്റൈല് വേണ്ട, ഇത് ഇന്നത്തെ സ്റ്റൈലാണെന്ന് തോന്നിക്കുന്ന മോഡല് വേണ്ട. വസ്ത്രം ധരിക്കുമ്പോഴും നീ സ്റ്റൈല് നോക്കണ്ട, നല്ല ഒരു രൂപഭാവമുള്ള വസ്ത്രം ധരിച്ചോ. ബൈനമാ റജുലുൻ യംശി ഫീ മൻ കാന ഖബ്ലകും, നിങ്ങളെ മുൻഗാമികളിൽ പെട്ട ഒരാള് നല്ല വസ്ത്രം ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ചാഞ്ഞും നോക്കി അങ്ങനെ നടക്കുമ്പോ ഇത് ഖുസിഫ ബിഹിൽ അർളു, ഭൂമിയിലേക്ക് അള്ളങ്ങ വലിച്ചു കൊണ്ടുപോയി ഇപ്പോഴും അയാൾ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് സ്വദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അഹങ്കാരത്തിന്റെ നോട്ടം വേണ്ട. നല്ല വസ്ത്രം ധരിച്ചിട്ട്, പുതുവസ്ത്രം ധരിച്ചിട്ട് ആയിഷ ബീവി ഒന്നിങ്ങനെ നോക്കി. വസ്ത്രത്തിലേക്ക് നമ്മളൊക്കെ നോക്കാറില്ല. നോട്ടം നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ നീ നിന്റെ വസ്ത്രം നോക്കിയിട്ട് അതിന്റെ ചൊങ്കും ചൊറുക്കും നോക്കുമ്പോ ഇന്നല്ലാഹ ലൈസ ബിനാദിരിൻ ഇലൈക്, അല്ലാഹ് നിന്നിലേക്ക് നോക്കുന്നില്ല. അത് കേട്ടപ്പോ പേടിയായിട്ട് അത് വേഗം ഊരിയിട്ട് സ്വതക്ക ചെയ്ത് കൊടുത്തു. ഞാൻ സ്വതക്ക കൊടുത്തു നബിയെ, വേറെ സ്വതക്ക കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങളെ മറുപടി അസാദാലിക്കി, അത് നിങ്ങൾക്ക് മാപ്പാകാൻ പ്രായശ്ചിത്തമാകാൻ സാധ്യതയുണ്ട്, കാര്യമുണ്ട്. ഒരു വസ്ത്രം വാങ്ങിയിട്ടൊന്നിങ്ങനെ നോക്കിയപ്പോഴേ അത്തരത്തിലൊന്നും വേണ്ട, അങ്ങനെ ഒരു സ്വഭാവം വേണ്ട. ഒരിക്കലും തോന്നിപ്പണ്ട അയാളെ വസ്ത്രത്തെക്കാൾ എൻ്റെ വസ്ത്രം ഉഷാറുണ്ട് തോന്നണ്ട. അയാളുടെ ഉഷാറുണ്ട്, എൻ്റെ ഉഷാറുണ്ട്. നിനക്കാലൊരു പക്ഷേ ഉഷാറ് ആൾക്കാർക്കും അങ്ങനെ എന്തിച്ചാൽ മതി. മറ്റേ അത് മോശ, ആർക്കും തോന്നിപ്പോണ്ട. സുബ്ഹാനല്ലാഹ്, മോഡലുള്ള വസ്ത്രങ്ങൾ പലതും വരും. ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും പറ്റിയാണ് പറഞ്ഞത്. ഒരിക്കലും തോന്നരുത്. മുത്തഅല്ലിമീങ്ങളോട് ഞാൻ പ്രത്യേകം പറയട്ടെ, നല്ല മോഡൽ കെട്ടുകളും മോഡൽ വസ്ത്രങ്ങളും വരുന്നു. നിങ്ങളെ ജുബ്ബയും കെട്ടുമൊക്കെ കണ്ടിട്ട് നമ്മൾ ഉസ്താദിന്റെ കെട്ട് മോശമാണെങ്കിൽ നമ്മളെ കെട്ട് ഉഷാറാണെന്ന് തോന്നണ്ട. നമ്മളെ കെട്ട് നല്ല ഭംഗിയുണ്ട് തോന്നണ്ട. നമ്മളെ കെട്ടിനെ ഭംഗിയുള്ളൂ. ഉസ്താദിന്റെ കെട്ട് പൊതിഞ്ഞിരിക്കുന്ന ശരീരത്തിന് വല്ലാത്തൊരു ഭംഗിയുണ്ട്. ആ ഭംഗി കിട്ടാനാണ് അധ്വാനിച്ച് ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ തുണി നോക്കിയിട്ട് ഉസ്താദിന്റെ തുണിയും നോക്കി, ഉസ്താദിന്റെ തുണി അതാ പറ്റ കുറവായിട്ടുണ്ടല്ലോ. നമ്മളെ തുണി കണ്ടിട്ട് എന്തൊരു സന്തോഷമുണ്ട്. നമ്മളെ തുണി പോലെ ഒത്തിരി തുണി ഉസ്താദിന് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നരുത്. സുബ്ഹാനല്ലാഹ്, ആ തുണി മറച്ചിരിക്കുന്ന ഒരു ശരീരമില്ലേ, അതിന് ഇൽമിന്റെ അമലിന്റെ തഴമ്പുണ്ട്. ആ തഴമ്പാണ് വാരിക്കൂട്ടേണ്ടത്. നിങ്ങളുടെ തലപ്പാവും നിങ്ങളുടെ ജുബ്ബയും നിങ്ങളുടെ കന്തൂറയും നിങ്ങളുടെ കമീസും നിങ്ങളെ കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഞാനൊരു മൊഞ്ചനായി വലുതായി ഹൈപ്പവറായി എന്ന് തോന്നിപ്പോകണ്ട. നല്ല പാന്റും സൂട്ടും കോട്ടും ഇട്ടിട്ട് ഞാനിപ്പോ ഏറ്റവും നല്ല സന്തോഷത്തിലാണ്, എന്നെ പോലെ നാട്ടിലാരും വസ്ത്രം ധരിച്ചിട്ടില്ല തോന്നരുത്. വസ്ത്രം ധരിക്കുമ്പോഴേക്ക് തന്നെ പറയേണ്ടത് അങ്ങനെയല്ല, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എന്റെ ഒരു കഴിവും ഇല്ലാതെ, എന്റെ ഒരു ശക്തിയും ഇല്ലാതെ ഔദാര്യമായി വസ്ത്രം തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എന്റെ കഴിവ് കൊണ്ട് വാങ്ങിയതല്ല, നീ തന്ന കഴിവ് കൊണ്ട് കിട്ടിയ
കിട്ടിയതാണ്. നടത്തത്തിനും ആ രൂപഭാവം സ്വീകരിക്കണം. നമുക്ക് പാകമായുള്ളൊരു നടത്തമില്ലേ? സന്തോഷത്തിന്റെ നടത്തമില്ലേ? നടത്തം നടക്കണം. സഹോദരിമാരെ, കൊഞ്ചിക്കുഴഞ്ഞ് ആകർഷിപ്പിക്കുന്ന രൂപത്തിലുള്ള നടത്തം പാടില്ല. അത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒന്നാണ്. ആ നടത്തം സഹോദരിമാർക്ക് പാടില്ല. ആണുങ്ങൾ നടക്കുന്നൊരു നടത്തമുണ്ട്, ആണുങ്ങൾ നടക്കണം. ഇങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞാൽ നടത്തത്തിലുള്ള ഒരു വിനയം മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വിനയമാണ്. അത് വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ രൂപപ്പെട്ടു വരണം. വിനയം കാണിക്കേണ്ടത് അള്ളാഹുവിനല്ലേ? അള്ളാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ റഫഅഹുല്ലാഹ്, അള്ളാഹ് അവനെ ഉയർത്തും. ആ വിനയമുള്ള ആള് ഏത് വണ്ടിയിലാ പോകുന്നതെങ്കിലും ഓന് നല്ല വിനയുണ്ടോ, അള്ളാഹു അവനെ ഉയർത്തും. ഫഹുവ ഫീ നഫ്സിഹി ഹഖീർ, അവൻ അവന്റെ സ്വന്തത്തിൽ നിസാരനാണ്. വഇൻദന്നാസി കബീർ, ജനങ്ങളെടുക്കൽ അവർ വലിയ ആളാണ്. കാരണം തവാളു കൊണ്ട് കിട്ടിയ വലുപ്പമാണ്. വമനിസ്തക്ബറ വലഅഹുല്ലാഹ്, അഹങ്കാരിയായാൽ അള്ളവനെ താഴ്ത്തും. ഫഹുവ ഫീ നഫ്സിഹി കബീർ, സ്വന്തത്തിൽ അവൻ വലിയനാണ്. വഇൻദന്നാസി ഹഖീർ, ജനങ്ങളെടുക്കൽ നിസാരനാണ്. ഹത്താ ലഹു അബ്ഗദു ഇലൈഹിം മിനൽ കൽബി വൽ ഖിൻസീർ, നായയെക്കാളും പന്നിയെക്കാളും അവൻ അവരിലേക്ക് വെറുപ്പായവനാണ്. എനിക്ക് അത്യാവശ്യമുണ്ട് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ താഴ്ത്തണ്ട, അവരോട് കുറവ് കാണിക്കണ്ട. എനിക്ക് അത്യാവശ്യം അള്ളാഹു ജീവിക്കാനല്ല വകുപ്പും തന്നിട്ടുണ്ട്. എന്നാ പിന്നെ പരിഗണിക്കേണ്ടവരൊക്കെ പരിഗണിക്കണം. നമ്മളെക്കാൾ മേലുള്ളവരെയും പരിഗണിക്കണം, താഴുള്ളവരെയും പരിഗണിക്കണം. അതാണ് വിനയം. കണ്ടില്ലേ നിങ്ങൾ? പാവപ്പെട്ട സ്വഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് എന്തൊരു വലിയ ഉയർച്ചയാണ് അള്ളാഹു കൊടുത്തത്. ലഖദ് റഫഅൽ ഇസ്ലാമു സൽമാന ഫാരിസി വഖദ് വാല അശ്റുകുൻ നസീബാ അബാ ലഹബി. നല്ല തറവാട്ടുകാരനായിരുന്ന അബൂലഹബിനെ ശിർക്ക് പറ്റ തായോട്ട് താഴ്ത്തി. പാവമായി ജീവിച്ചിരുന്ന സൽമാനുൽ ഫാരിസി തങ്ങളെ അള്ളാഹു ഇസ്ലാമിലൂടെ മേലോട്ടുയർത്തി. ഒരു കാലത്ത് മദാഇന്റെ ഭരണാധികാരിയായ അമീറായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ കണ്ടപ്പോ ജനങ്ങളെല്ലാവരും ചിന്തിച്ചു, അല്ലാഹ് ഇത് വല്ലാത്തൊരു വിനയം തന്നെ, ഇൽമു കൊണ്ട് കിട്ടിയ വല്ലാത്ത വിനയമാണ്. മദാഇന്റെ അമീറായി നേതാവായി നടക്കുമ്പോ ഷാമിൽപ്പെട്ടൊരു മനുഷ്യൻ, ബനൂ തൈം ഗോത്രത്തിൽപ്പെട്ടൊരു മനുഷ്യൻ, അതാ ഒരു കൊട്ട അത്തിപ്പഴവുമായിട്ട് അയാളെങ്ങനെ വരുന്നുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെ നടക്കുന്നുണ്ട്. ഇയാളെടുത്ത് കുറെ വേറെയും വസ്തുക്കളുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ഇയാൾ ചോദിച്ചു, നീ ഇതൊന്ന് ഏറ്റിക്കൊണ്ടുവരണം എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക്. സൽമാൻ ഫാരിസി ആരാ? ആ നാട്ടിലെ അമീറാണ്, മദാഇന്റെ വലിയ അമീറാണ്, ആ നാട്ടിലെ വലിയ ഭരണാധികാരി. ഇങ്ങ് തന്നേ കൊട്ടാന്ന് പറഞ്ഞു. കൊട്ടയങ്ങ് വാങ്ങി ഏറ്റിയിട്ട് അങ്ങനെ നടന്നു പോകുമ്പോ ജനങ്ങൾ കണ്ടപ്പോ ജനങ്ങൾ പറഞ്ഞു, ഹാദൽ അമീർ ജഅൽ അമീർ, അമീർ വന്നു, നേതാവ് വന്നു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ലം ആരിഫ്ക, എനിക്കറിയില്ലായിരുന്നു. കൊട്ട ഇങ്ങോട്ട് തിരിച്ചു തരുമോ? നിങ്ങളിൽ നിന്ന് കൊട്ട വാങ്ങിയത് ഞാൻ അമീറാണെന്ന് അറിയിക്കാനല്ല. ഈ കൊട്ട വാങ്ങുമ്പോ എന്റെ മനസ്സിലൊരു നീയത്തുണ്ട്, നിങ്ങളെ വീട്ടിൽ വരെ എത്തിച്ച് നിങ്ങളെ സഹായിക്കലാണ്. എത്ര ചോദിച്ചാലും കൊട്ട തരൂല. ജനങ്ങളോട് അയാൾ ചോദിക്കുന്നത് ആരാണ് ആള്? ആളുകൾ പറയുന്നു, നിങ്ങൾക്ക് ആളറിയില്ലേ? ഹാദാ സൽമാനുൽ ഫാരിസി സ്വാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വാഹിബായ സൽമാനുൽ ഫാരിസി തങ്ങളാണ്. തങ്ങൾ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ട്. സൽമാനു മിന്നാ, സൽമാൻ ഫാരിസി തങ്ങൾ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഈ ഹദീസ് വിശദീകരിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞു, അഹ്ലു ബൈത്തിൽ ഒരു സ്ഥാനം സൽമാൻ ഫാരിസി തങ്ങൾക്കുണ്ട്. ആ പരമ്പരയിൽ വന്നാളോ മറ്റൊന്നുമല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യലായി കൊടുത്തൊരു സ്ഥാനമാണ്. അത്രയും വലിയ സ്ഥാനമാന ബഹുമാനമുള്ള മഹാൻ എന്തൊരു വിനയ കാണിക്കുന്ന സാധുവായ മനുഷ്യനോട്. നിങ്ങളെ ഞാൻ അറിയില്ലായിരുന്നു, നിങ്ങൾ ഇത്രയും വലിയ സ്ഥാനമുള്ള ആളെ അറിയില്ലായിരുന്നു. ആ കൊട്ട കൊണ്ട് തരുമോ? കൊട്ട തരൂല. ആഫാക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് സുഖം നൽകട്ടെ, നിങ്ങളെ വീട്ടിലെത്തിച്ചിട്ട് ഞാനിത് ഇറക്കിത്തരാം. അയാളെ വീട് വരെ കൊട്ടയേറ്റിപ്പോയി, വീട്ടിലങ്ങ് എത്തിച്ചു കൊടുത്തു. ഇതായിരുന്നു എന്റെ നീയത്ത്. ഇത് നിങ്ങൾ കൊട്ട തരുമ്പോൾ തന്നെയുള്ള നീയത്താണ്, ഇതിന് മാറ്റമില്ല. നല്ല വിനയം കാണിക്കണം. നമ്മളെത്ര വലിയ
വലിയവരാണെങ്കിലും വിനയം കാണിക്കേണ്ട എല്ലാ ആളുകളോടും വിനയം കാണിക്കണം. മുതിർന്നവരോട് എപ്പോഴും ബഹുമാനം കാണിക്കണം. മൂത്ത ആളുകൾ എത്ര കഴിവ് കുറഞ്ഞവരാണെങ്കിലും അവരെ ബഹുമാനിക്കണം. ബാപ്പമാരോട് ഉമ്മമാരോട് ബഹുമാനം കാണിക്കണം. വിനയം കാണിക്കേണ്ട എല്ലാവരോടും വിനയത്തോടെ സംസാരിക്കണം. ഉസ്താദുമാര് പഴയകാലത്ത് നമ്മളെ പഠിപ്പിച്ചവര് ഇപ്പൊ അവർക്ക് ദർസൊന്നുമില്ല, ഇപ്പൊ അവർക്ക് മദ്രസയൊന്നുമില്ല, ഇപ്പൊ അവർ കച്ചവടത്തിലാണ്. എന്നാലും ബഹുമാനം കുറയരുത്, വിനയം കുറയരുത്, സ്നേഹം കുറയരുത്. എന്നും അവർ നമ്മുടെ ഉസ്താദ് എന്ന പൊസിഷനിൽ തന്നെയാണ്. അവരോട് കാണിക്കേണ്ട സ്നേഹവും ബഹുമാനവും എപ്പോഴും നിലനിർത്തണം. അതുകൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് ഖൈർ തരുന്നത്, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് മഹത്വം തരുന്നത്. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, കുല്ലു ദാലിക കാന സയ്യുഹു ഇൻദ റബ്ബിക മക്റൂഹാ. ഇപ്പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അതിൽ ദുഷിച്ചതില്ലേ, അള്ളാന്റെ അടുക്കൽ മക്റൂഹൻ വെറുപ്പാക്കപ്പെട്ട കാര്യമാണ്. 25 കാര്യങ്ങളാണ് എണ്ണിപ്പറഞ്ഞത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു മുതൽ ഇതാ സൂറത്തുൽ ഇസ്രാഇന്റെ 37-ാമത്തെ ആയത്ത് വരെ 25 കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. അതിൽ സഹോദരങ്ങളെ കൽപ്പനകളുണ്ട്, വിരോധനകളുണ്ട്. 14 കാര്യങ്ങൾ അല്ലാഹു വിരോധിച്ചതാണ്, 11 കാര്യങ്ങൾ അല്ലാഹു തആല കൽപ്പിച്ചതാണ്. അതേ, ഈ സ്വഭാവങ്ങൾ ചെറുതല്ല, ഇത് നമ്മൾ സ്വീകരിക്കേണ്ട വലിയ തത്വജ്ഞാനമാണ്. ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ. നബിയെ, ഈ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു തങ്ങൾക്ക് വഹി അറിയിച്ച ഹിക്മത്തിൽപ്പെട്ടതാണ്. വലാ തജഅൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ഇലാഹിനെ സ്ഥാപിക്കരുത്. അങ്ങനെ സ്ഥാപിച്ച് ശിർക്ക് ചെയ്താൽ ഫതുൽഖാ ഫീ ജഹന്നമ, ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടും. മലൂമൻ മദ്ഹൂറാ, എന്നെന്നും ആക്ഷേപിക്കപ്പെട്ടവനായി, അള്ളാന്റെ റഹ്മത്തിൽ നിന്ന് ദൂരത്താക്കപ്പെട്ടവനായി. നേരത്തെ പറഞ്ഞ ഒരു കാര്യം അവസാനം ഒന്നുകൂടി ആവർത്തിച്ചതാണ്. ഈ 22-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിനെ ആരാധിക്കണം, അള്ളാഹിനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. അതേ കാര്യം അവസാനം ഒന്നുകൂടി അള്ളാഹു ഊന്നി പറഞ്ഞത് തൗഹീദിനാണല്ലോ ഏറ്റവും വലിയ വിലയുള്ളത്, ഏറ്റവും വലിയ നിലവാരമുള്ളത്. അതെപ്പോഴും കാത്തു സൂക്ഷിക്കണമെന്നും തത്വോപദേശങ്ങൾ മുഴുവനും സ്വീകരിച്ച് ജീവിതം നന്നാക്കണമെന്നും പഠിപ്പിച്ചതാണ്. അള്ളാഹു നമ്മളെ നല്ലവരിൽ ചേർത്തി തരട്ടെ.